വെൽക്കം ടു NCERT +1 + 2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ കൺസെപ്റ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന NCERT എക്സസൈസസ് ആണ്. ബാക്കിലത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റ് ആയിട്ട് വരുന്ന പ്രോബ്ലംസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പോകുന്നത്. NCERT എക്സസൈസ് ചെയ്യാൻ പോവാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Answer the following question. You can shield a charge from electrical forces by putting it inside a hollow conductor. ഒരു ഹോളോ കണ്ടക്ടറിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ചാർജിനെ വെച്ച് കഴിഞ്ഞാൽ അതിനെ ഇലക്ട്രിക്കൽ ഫോഴ്സസിൽ നിന്നും ഷീൽഡ് ചെയ്യാൻ സാധിക്കും. അപ്പം അതുപോലെ can you shield a body from gravitational influence of nearby matter by putting it inside a hollow sphere or by some other means? അപ്പോൾ ഏതെങ്കിലും ഒരു ബോഡിയെ മറ്റൊരു ബോഡി കാരണം ഉണ്ടായേക്കാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് അതിനെ ഷീൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഹോളോ സ്ഫിയറിന്റെ അകത്തേക്ക് വെച്ചാലോ. Can you shield a body from gravitational influence of nearby matter? എന്തെങ്കിലും അടുത്തുള്ള വസ്തുവിൽ നിന്നും അതിനുണ്ടാകുന്ന ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിനെ തടയാൻ വേണ്ടിയിട്ട് അതിനെ ഒരു ഹോളോ സ്ഫിയറിലോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഷീൽഡ് ആകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ നോ, ഒരിക്കലും ഷീൽഡ് ആവത്തില്ല. കാര്യം എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ലോങ് റേഞ്ച് ഉള്ള ഫോഴ്സ് ആണ്. ആൻഡ് എന്താണ്, ഇറ്റ് ജസ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസും ആ ഡിസ്റ്റൻസുകളും തമ്മിലുള്ള, അത് നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ തന്നെ എന്താണ്, ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റും ആ ഫസ്റ്റ് ഏത് രണ്ടും ഇൻവോൾവ് ചെയ്തിരിക്കുന്ന മാസസിന്റെ പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ അതിന്റെ ഈ മാസ് M1 M2 തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, ഇത്രേ ഉള്ളൂ. സോ എന്താണ്, ആൻഡ് ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ് ഓൾസോ. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസിന്റെ അകത്ത് നിന്ന് ഒന്നിനെയും മാറ്റാൻ, ഷീൽഡ് ചെയ്തൊന്നും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An astronaut inside a small spaceship orbiting around the Earth cannot detect gravity. ഒരു സ്മോൾ സ്പേസ് ഷിപ്പ് എർത്തിന് ചുറ്റും ഓർബിറ്റ് ചെയ്യുന്ന ഒരു സ്മോൾ സ്പേസ് ഷിപ്പിന്റെ അകത്തിരിക്കുന്ന ഒരു അസ്ട്രോനോട്ടിന് ഗ്രാവിറ്റിയെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇഫ് ദ സ്പേസ് സ്റ്റേഷൻ ഓർബിറ്റിംഗ് അറൗണ്ട് ദ എർത്ത് ഹാസ് എ ലാർജ് സൈസ്, സപ്പോസ് ആ സ്പേസ് സ്റ്റേഷന് ഇവിടെ ഒരു സ്മോൾ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് ആ സ്പേസ് സ്റ്റേഷൻ വളരെ ലാർജ് ആണെങ്കിൽ ക്യാൻ ഹി ഹോപ്പ് ടു ഡിറ്റക്ട് ഗ്രാവിറ്റി? ഓക്കെ, അദ്ദേഹത്തിന് ഗ്രാവിറ്റി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സിമിലർലി നേരത്തെ പറഞ്ഞ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് G. നമ്മൾ ആ സ്പേസ് ഷിപ്പിന്റെ മാസ് സ്മോൾ എമ്മും എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എമ്മും ആയിട്ട് എപ്പോഴും പറയുന്ന പോലെ എടുക്കുന്നു, എം ആയിട്ട് എടുക്കുന്നു. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് സ്പേസ് ഷിപ്പും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് R, അതിന്റെ സ്ക്വയർ ആണ് R² എടുക്കുക. അപ്പം ഈ സ്പേസ് ഷിപ്പ് വളരെ ചെറുതാവുന്നതോടുകൂടി, സ്പേസ് ഷിപ്പ് വളരെ ചെറുതാവാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ M ആണ് സ്പേസ് ഷിപ്പ്, M സ്മോൾ ആവുന്നത് മീൻസ് അതിൻ്റെ അകത്തെ M സ്മോൾ ആവുന്നതിനനുസരിച്ച് അതിന് എമ്മും ജിയും പ്രപ്പോർഷണൽ ആണ്. സോ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവിക്കുന്നതും കുറവായിരിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സിമിലർലി കുറവായിരിക്കും. ബട്ട് അതുകൊണ്ട് തന്നെ അയാൾക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല ഗ്രാവിറ്റി. ബട്ട് ഇഫ് ദിസ് M ഈസ് ഹൈ, M വളരെ ലാർജ് ആണ്, നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന പോലെ M വളരെ ലാർജ് ആവുന്ന കേസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതിന്റെ ആ മാഗ്നിറ്റ്യൂഡ്, അതായത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോഴ്സ്, അതും ഇവിടെ എന്താവും, ലാർജ് ആവുകയും ഹി ക്യാൻ ഡിറ്റക്ട് ഇറ്റ്. സോ ദ ആൻസർ ഈസ് യെസ്, അങ്ങനെ ആവുകയാണെങ്കിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു കമ്പയർ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എർത്ത് ഡ്യൂ ടു ദ സൺ to that due to the moon, you would find that sun's pull is greater than the moon's pull. അത് എർത്തിന് സൺ കാരണം ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ പുള്ളും എർത്തിന് മൂൺ കാരണം ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ പുള്ളും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ സൺസ് പുള്ളാണ് ഹയർ കമ്പയർഡ് ടു മൂൺസ് പുൾ, gravitational pull, attraction. So however the tidal effects of moon's pull is greater than the tidal effect of the sun. എന്നാൽ tidal effect വരുമ്പോൾ tidal effect മൂണിനാണ് ഹയർ, സണ്ണിന് കുറവാണ്. അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അപ്പം ടൈഡൽ എഫക്റ്റ് ഇതിന്റെ ഇപ്പൊ നമ്മൾ ഇതിന്റെ ടൈഡൽ എഫക്റ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ പഠിച്ചിട്ടില്ല. ബട്ട് ടൈഡൽ എഫക്റ്റും ഡിസ്റ്റൻസും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണുള്ളത്. ഇറ്റ് ഇസ് 1 by distance cube ആണ്. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ എസ് എന്ന് എടുക്കുകയാണ്. മൂണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് എം എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കൂടുതൽ, മൂന്നും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. ദാറ്റ് മീൻസ് ടൈഡൽ എഫക്റ്റ് നമ്മൾ therefore കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, മൂന്നും എർത്തും വരുമ്പം ഇത് വളരെ കുറയും. ഈറ്റ് ഡിനോമിനേറ്റർ കുറയുക മീൻസ് ന്യൂമറേറ്റർ ഇവിടെ കൂടും. സോ മൂൺ എർത്ത് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കുറവായതുകൊണ്ട് തന്നെ മൂൺ എർത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ സൺ ടു എർത്ത് ഡിസ്റ്റൻസ്. ആൻഡ് ഈ ഒരു ടൈഡൽ ഇഫക്റ്റിന്റെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഡിസ്റ്റൻസുമായിട്ടുള്ളത് കൊണ്ട് ടൈഡൽ ഇഫക്റ്റ് ഓഫ് moon's pull is greater compared to tidal effect of sun. അപ്പം അതങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതേ കേസിൽ നമുക്ക് ചിന്തിക്കാം എന്ത്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, gm ഏതാണോ ആ വസ്തു ഇൻറ്റു മാസ് ഓഫ് എർത്ത് ഡിവൈഡഡ് ബൈ r² ആണ്. അപ്പൊ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിക്കോസ് ഓഫ് സൺ എന്നുള്ളത് ചിന്തിക്കുകയാണെങ്കിൽ gms me by r²ഉം ഇനി മറ്റേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂ ടു മൂൺ ആണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂ ടു മൂൺ ആണെങ്കിൽ ദാറ്റ് വിൽ ബി me by r² എന്ന് വരും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയും സെയിം കേസ് വരാലോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെയും മൂന്നും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കുറവ്. അപ്പം therefore ഇതല്ലേ കൂടുതലാണ്ടെന്ന് ചിന്തിക്കാം. പക്ഷെ അതല്ലാതെ വരുന്നതിന്റെ കാര്യം മാസ് ഓഫ് സൺ എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. മാസ് ഓഫ് സൺ ഭയങ്കര വലുതാണ് മൂണിനെക്കാട്ടും. അതുകൊണ്ടാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടുന്നത്, ഗ്രാവിറ്റേഷണൽ പുള്ള് കൂടുന്നത്. ഓക്കെ, അതിന്റെ ഒരു ആൻസർ അതാണ്. അല്ലെങ്കിൽ സെയിം എഫക്ട് എന്തുകൊണ്ട് ടൈഡൽ എഫക്ട് വന്നുകൂടാന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതുപോലെ തന്നെയല്ലേ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ഉള്ളത്. അത് ക്യൂബാണ്, ഇത് സ്ക്വയർ ആണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ വ്യത്യാസം ഇവിടെയാണ്. Okay, tidal effect just depends on the distance between that cube of distance. Okay, അതുകൊണ്ടാണ് ഇവിടെ ആണെങ്കിൽ മാസ് ഡിപ്പെൻഡൻസി ഇവിടെ വരുന്നത്, അതുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഇസ് ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് എന്നുള്ളതാണ്. ഏതാണ് ശരിയായത് അത് ചൂസ് ചെയ്യുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസസ് ഓർ ഡിക്രീസസ് വിത്ത് ഓൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ് അതിന്റെ റിലേഷൻ നമുക്കറിയാം. g prime is equal to g into 1 minus 2h by r നമ്മൾ കണ്ടിരുന്നു അല്ലെ. സോ ഇത് നമ്മൾ ഓൾറെഡി കണ്ട ഇക്വേഷൻ ആണ്. സോ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് h കൂടുമ്പോൾ എന്താ സംഭവിക്കുക, h കൂടുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഈ ബ്രാക്കറ്റിലുള്ള ടേം മൊത്തത്തിൽ കുറയുകയും ജി പ്രൈം ഈ റൈറ്റ് ഹാൻഡ് സൈഡ് 1 മൈനസ് ഈ ഒരു വലിയ ടേം വരും, അതുകൊണ്ട് അത് ചെറുതാവും. അതിനെ വീണ്ടും ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും ചെറുതാവും. ദാറ്റ് മീൻസ് h കൂടുമ്പോൾ g കുറയും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും അല്ലെ. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസ് ഓർ ഡിക്രീസ് വിത്ത് ഇൻക്രീസിംഗ് ഡെപ്ത്. അസ്യൂം ദ എർത്ത് ടു ബി എ സ്ഫിയർ ഓഫ് യൂണിഫോം ഡെൻസിറ്റി. നമ്മൾ കണ്ട റിലേഷൻഷിപ്പ് തന്നെയാണ്. g പ്രൈം ഇസ് ഈക്വൽ ടു g ഇൻറ്റു 1 മൈനസ് d ബൈ r എന്ന് നമ്മൾ കണ്ടിരുന്നു. സോ ഇവിടെ ഡെപ്ത് കൂടുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഈ ബ്രാക്കറ്റിലുള്ള 1 മൈനസ് ഇവിടെ ഒരു വലിയ ടേം ഡിവൈഡ് ബൈ r വരും. സോ ഇതെന്ന് പറഞ്ഞാൽ ഈ ഹോൾ ടേം ചെറുതാവും. ഈ ഹോൾ ടേം ചെറുതാവുമ്പം g ഇൻറ്റു ഈ വളരെ ചെറിയ ടേം മീൻസ് g പ്രൈം ചെറുതാവും. സോ ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഡെപ്ത്. അതാണ് എൻ്റെ ആൻസർ. ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ഓഫ് എർത്ത് ആൻഡ് മാസ് ഓഫ് ദ ബോഡി. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് നമുക്ക് അറിയാം എക്സ്പ്രഷൻ ഈസ് ഗിവൺ ബൈ gme by r² ആണ്. ഇത് ഈ എക്സ്പ്രഷൻ നമുക്കറിയാം. See, from this expression itself you can find that acceleration due to gravity mass of earthനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഏത് ബോഡിയാണ് അതിന്, ഏത് ബോഡിക്കാണ് അത് അനുഭവിക്കുന്നത് എന്നുള്ളതിന്റെ ആ ഒരു ഡിപ്പെൻഡൻസ് ഇവിടെ ഇല്ല. സോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ മാസ് ഓഫ് ദ ബോഡി. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ
എന്താണ് mass of earth depends only on me, that is mass of earth, and it is independent of mass of the body. Okay. Next question, the formula minus gmm into 1 by r2 minus, it should be read like this. Okay, minus gmm into 1 by r2 minus r1. E formula is more or less accurate than the formula. The formula is mg into r2 minus r1 for the difference of potential energy between the 2 points r2 and r1 distance away from the center of the earth. അത് എർത്തിന്റെ സെന്ററിൽ നിന്ന് r2 r1 എന്ന അത്രയും ദൂരെയുള്ള ഒരു 2 പോയിന്റ് പൊട്ടൻഷ്യൽ എനർജിക്ക് ഈ ഫോർമുലയാണോ ആപ്റ്റ്, ഈ ഫോർമുലയാണോ കുറച്ചും കൂടെ ആക്യുറേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ജിക്ക് ഡിസ്റ്റൻസ് അനുസരിച്ച് ഒരു വേരിയേഷൻ ഉണ്ട്. ജിക്ക് ഇറ്റ് വിൽ ചേഞ്ച് വിത്ത് ഡിസ്റ്റൻസ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ജി മൈനസ് ജി എം എം ഇൻറ്റു 1 ബൈ r2 മൈനസ് r1 എന്നുള്ള ഫോർമുല എടുക്കുന്നതാണ് കുറച്ചും കൂടി അതിന് ഉചിതമായിട്ട് വരും. കാര്യം ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഡിസ്റ്റൻസിനനുസരിച്ച് വേരി ചെയ്യും. സോ ജിയുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ജി എം ഇ ബൈ ആർ ഇ സ്ക്വയർ ആണ്. അപ്പോൾ ഈ വേരിയേഷൻ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ജി മൈനസ് ജി എം എം ഇൻറ്റു 1 ബൈ r2 മൈനസ് r1 എന്നുള്ള ഇക്വേഷൻ ആണ്. അതുകൊണ്ട് അത് തന്നെയാണ് മോർ ആക്യുറേറ്റ് ദാൻ ദിസ് വൺ. ഇതെന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ അപ്രോക്സിമേഷൻ ഫോർ സ്മോൾ ഡിസ്റ്റൻസസ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ തന്നെയാണ് മോർ ആക്യുറേറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. Suppose there existed a planet that went round the sun twice as fast as Earth. ഒരു പ്ലാനറ്റ് ഉണ്ട്, സം പ്ലാനറ്റ് പി എന്ന് പറഞ്ഞൊരു പ്ലാനറ്റ്. അത് സണ്ണിന് ചുറ്റും എർത്തിനെക്കാട്ടിയും ഡബിൾ സ്പീഡിൽ കറങ്ങുന്നുണ്ട്. ദാറ്റ് മീൻസ് അതിന്റെ റിക്വയർഡ് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞ എർത്തിനെക്കാട്ടിയും കുറവായിരിക്കും ആ പ്ലാനറ്റിന്റെ ടൈം പീരീഡ്. ഓക്കെ, സപ്പോസ് ദ ടൈം പീരീഡ് ഫോർ റെവല്യൂഷൻ ഓഫ് ദാറ്റ് പ്ലാനറ്റ് എന്ന് പറയുന്നത് നമ്മൾ ടി പി എന്ന് എടുക്കുക എന്ന് വിചാരിക്കാം. ടി പി എന്ന് എടുക്കുന്നു. ആൻഡ് ടൈം പീരീഡ് ഓഫ് എർത്തിനെ നമ്മൾ ടി എന്ന് എടുക്കുകയാണെങ്കിൽ, ടി ഇ എന്നും തൽക്കാലം എടുക്കുകയാണെങ്കിൽ ഈ ടി പി എന്ന് പറയുന്നത് എത്രയായിരിക്കും? വളരെ ടി പി ഹാഫ് ദാറ്റ് ഓഫ് ടി ആയിരിക്കും. കാര്യം എന്താണ്? ഈ ടി എർത്താണ്, ആ പ്ലാനറ്റ് ആണ് എർത്തിനെക്കാട്ടിയും ട്വൈസ് ഫാസ്റ്റ് ആയിട്ടാണ്. therefore ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി ആയിരിക്കും, ഹാഫ് ദാറ്റ് ഓഫ് ടി. അപ്പം what would be the orbital size as compared to that of Earth? അപ്പൊ അങ്ങനെയാണെങ്കിൽ orbital size that compared to Earth എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പം സപ്പോസ് എന്താണ് നമുക്കറിയാം അക്കോർഡിംഗ് ടു കെപ്ലേഴ്സ് ലോ ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്നാണ്. സോ ഹിയർ ഇൻ ദിസ് കേസ് ഈ സപ്പോസ് orbital size of that planet അല്ലെങ്കിൽ orbital radius of that planet എന്ന് പറയുന്നത്, okay, orbital radius of that planet എന്ന് പറയുന്നതിന് നമ്മൾ ആർ പി എസ് എന്ന് കൊടുക്കുന്നു. പ്ലാനറ്റ് സണ്ണിന്റെ ഡിസ്റ്റൻസ് ഇതായിട്ട് കൊടുക്കുന്നു. ഇനി orbital size of earth എന്ന് പറയുന്നത് RES, that is the distance of earth and sun. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ റിലേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. that E according to this relationship TP square is proportional to RPS cube. Okay, and TE square is proportional to RES cube. So which implies then TP square is equal to some constant into RPS cube and T square is equal to some constant into RES cube. So 1 and 2 would നമുക്ക് divide ചെയ്യാം. You divide 1 and 2, what happens? You will get TP square by TE square is equal to RPS cube divided by RES cube എന്ന് വരും.
അപ്പൊ നമുക്കറിയാം ടി പിയും ടിയുമായിട്ടുള്ള ബന്ധം നമ്മൾ കണ്ടതാണ്. ടി പി ഈസ് T/2 ആണ്. സോ ഹിയർ നമുക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T/2. പിന്നെ ഇവിടെ ഒരു ടി ഉണ്ട്, എന്നിട്ട് നമുക്ക് ഹോൾ സ്ക്വയർ എന്ന് ഇടാവല്ലോ, ഇസ് ഈക്വൽ ടു RPS/RES ദ ഹോൾ ക്യൂബിന് തിരക്കില്ലല്ലോ. സോ ഈ ടിയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഹിയർ ഇറ്റ് വിൽ ബി 1/4 ഇസ് ഈക്വൽ ടു RPS/RES ദ ഹോൾ ക്യൂബ് എന്ന് വരും. നമുക്ക് ഈ RPS/RES മാത്രം മതി. സോ RPS/RES ഇസ് ഈക്വൽ ടു 1/4. ഇതിന്റെ റേസ് ടു 1/3 എടുക്കുമ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്യും. So you will get it as 0.63. That means എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ്? RPS, see here RPS അതിന്റെ ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് 0.63 ടൈംസ് ഓർബിറ്റൽ റേഡിയസ് ഓഫ് എർത്ത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ 0.63 എന്ന് പറഞ്ഞൊരു ചെറിയ നമ്പർ, അതിന് ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ നമ്പർ ആയിരിക്കും. ദാറ്റ് മീൻസ് RPS എന്ന് പറയുന്നത് എത്രയാണ്? 0.63 ടൈംസ് സ്മോളർ ആണ് എർത്തിനെ കാട്ടി. That is the orbital radius of that planet is 0.63 times smaller than Earth, smaller than that of Earth. Okay. Smaller than that of Earth. Next one, next problem നോക്കാം. One of the satellites of Jupiter, it is named here, okay, has an orbital period of 1.769 days and the radius of the orbit is this much, 4.22 into 10 to the power 8 meter. അപ്പോൾ ജുപ്പിറ്ററിന് ചുറ്റും കറങ്ങുന്ന ഒരു സാറ്റലൈറ്റ്, ഇയോ എന്ന് പറഞ്ഞിട്ടൊരു സാറ്റലൈറ്റ്, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഇയോ ഓർ ലോ. ഓക്കെ, സോ ആ സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ പീരീഡ് എന്ന് പറയുന്നത് 1.769 ഡേയ്സ് ആണ്. ഇതിന്റെ ഓർബിറ്റൽ പീരീഡ് ഓഫ് ദിസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് 1.769 ഡേയ്സ്. ആൻഡ് റേഡിയസ് ഓഫ് ദ ഓർബിറ്റ്, ഈ ഓർബിറ്റൽ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് ഇനി RJS എന്ന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് 4.22 into 10 power 8 meter. ഇത്ര ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഷോ ദാറ്റ് മാസ് ഓഫ് ജുപ്പിറ്റർ എന്ന് പറയുന്നത് 1000 ദാറ്റ് ഓഫ് സൺ. സണ്ണിനെക്കാട്ടിയും 1000th കുറവാണ് മാസ് ഓഫ് ജുപ്പിറ്റർ എന്നുള്ളത്, 1000 ടൈംസ് കുറവാണെന്നുള്ളതാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ജുപ്പിറ്ററിന്റെ മാസം വേണം, സണ്ണിന്റെ മാസം വേണം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ജുപ്പിറ്ററിന്റെ മാസ് കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെ നമുക്ക് ജുപ്പിറ്ററിന്റെ മാസ് കണ്ടുപിടിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ദിസ് റിലേഷൻഷിപ്പ്. നമുക്ക് കെപ്ലേഴ്സ് ലോ യൂസ് ചെയ്യാം. T² is equal to 4π² g. ഈ സാറ്റലൈറ്റ് കറങ്ങുന്നത് അണ്ടർ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ജുപ്പിറ്റർ ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ MJ കൊടുക്കണം, മാസ് ഓഫ് ജുപ്പിറ്റർ എടുക്കണം, ഇൻറ്റു എന്താണ് RJS ക്യൂബ്, വിച്ച് ഇസ് അക്കോർഡിംഗ് ടു Kepler's law. So here from this നമുക്ക് MJ കണ്ടുപിടിക്കാം. That is MJ, which is the mass of Jupiter. Mass of Jupiter, MJ could be found out by 4π² into RJS cube divided by TS². ഒരു G കൂടി ഉണ്ട്. ഇതിന്റെ എല്ലാ വാല്യൂസ് നമുക്ക് അറിയാം. ദാറ്റ് ഇസ് 4 into 3.14, അതിന്റെ സ്ക്വയർ എടുക്കണം, ഇൻറ്റു RJS എന്ന് പറഞ്ഞാൽ 4 മീറ്റർ തന്നെ തന്നിരിക്കുന്നു, ഇൻറ്റു 10 power 8 ദ ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ എപ്പോഴും കാണാതെ പഠിക്കുക, പ്രോബ്ലംസിനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നോക്കുക, 1.67 ഡേയ്സ് ആണ്. അതിന് നമുക്ക് സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു മൾട്ടിപ്ലൈ ഫസ്റ്റ് വിത്ത് 1 day, ദെൻ വിത്ത് മിനിറ്റ്സ്, ദെൻ വിത്ത് സെക്കൻഡ്സ്. അപ്പോഴാണ് സെക്കൻഡിലേക്ക് മാറുക, ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഇത് വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.9 into 10 power 27 kg എന്ന് വരും. ഇതാണ് നമുക്ക് മാസ് ഓഫ് ജുപ്പിറ്റർ കിട്ടുന്നത്. ഇനി നമ്മളോട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടു ദാറ്റ് ഓഫ് സൺ എന്നുള്ളതാണ്. ഇപ്പൊ സണ്ണിന്റെ കാണാൻ നമുക്ക് എർത്തിന്റെ ഇൻഫർമേഷൻസ് എല്ലാം അറിയാം. എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാം, അതുപോലെ എർത്തിന്റെ ടൈം പീരീഡ് അറിയാം, ടൈം പീരീഡ് ഓഫ് വൺ റെവല്യൂഷൻ, അതെല്ലാം നമുക്കറിയാം.
അതുകൊണ്ട് നമുക്ക് ഈ സണ്ണിന് ചുറ്റും കറങ്ങുന്ന ഒരാളാണ് എർത്ത്. സണ്ണിന് ചുറ്റും കറങ്ങുന്ന ഒരാളാണ് എർത്ത്. അപ്പോൾ എർത്തിന്റെ ആ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ ആണ് 365 ഡേയ്സ്. ഒരു റെവല്യൂഷന് വേണ്ട സമയം 365 ഡേയ്സ്. ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് എർത്ത് ടു സൺ എന്ന് പറയുന്ന RES, ദ ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ, ഇത് നമ്മൾ പ്രോബ്ലത്തിൽ പഠിച്ചു വെക്കുന്നതാണ്. 1.496 into 10⁻11 meters. ഇതാണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ഇതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ഇതിങ്ങനെ ആണെന്ന് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും വീണ്ടും നമുക്ക് കെപ്ലേഴ്സ് ലോ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് T² is equal to 4π² divided by GM. ഇത് എർത്ത് കറങ്ങുന്നത് സണ്ണിന്റെ ഇൻഫ്ലുവൻസ് ആണ്. സോ GMS കൊടുക്കുക, RES ക്യൂബ്. സോ ഇവിടുന്ന് നമുക്ക് വേണ്ടത് മാസ് ഓഫ് സൺ ആണ്, കമ്പാരിസൺ. സോ മാസ് ഓഫ് സൺ വിച്ച് ഇസ് MS is equal to 4π² into RES cube divided by GTE². So similarly 4 into 3.14 into square into RES 1.496 into 10 to the power 11 the whole cube divided by 6.67 into 10 power minus 11 into T² 365 into 24 into 60 into 60 square. ഇത് ചെയ്യുമ്പോൾ the answer is, നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.9 into 10⁻30 kg വരും. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ യു ടേക്ക് NJ by MS, mass of Jupiter to the mass of Sun എടുക്കുമ്പോൾ see you are getting here 1.9 into 10⁻27. ഇത് 1.9 into 10⁻30 എന്ന് കൊടുക്കുന്നു. So this is so അപ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10⁻³ kg എന്നാണ് വരിക. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ എഴുതാം, മാസ് ഓഫ് ജുപ്പിറ്റർ ഇസ് ഈക്വൽ ടു 10⁻³ ടൈംസ് മാസ് ഓഫ് സൺ എന്ന് വരും. അപ്പൊ എന്താണ് ഇതിൻ്റെ അകത്ത് അർത്ഥം എന്താ, മാസ് ഓഫ് ജുപ്പിറ്റർ മാസ് ഓഫ് സണ്ണിന്റെ 1000th ഉള്ളൂ അല്ലെ. MS by 1000 ആണ്. 1/1000 ഓഫ് മാസ് ഓഫ് സണ്ണേ ഉള്ളൂ മാസ് ഓഫ് ജുപ്പിറ്റർ. സോ implies mass of Jupiter is 1,000th that of mass of sun. Okay, this is that problem. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. സോ നെക്സ്റ്റ് പ്രോബ്ലം, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. ശരിയായ ഓൾട്ടർനേറ്റീവ് ഏതാന്ന് വെച്ചാൽ ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, so if the zero potential energy is at infinity, total energy of an orbiting satellite is negative of its kinetic or potential energy. നമ്മൾ ഇൻഫിനിറ്റിയിലെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് an orbiting satellite എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ഓഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൈനറ്റിക് എനർജിയാണ് അല്ലെ. സി ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് എ സം ഓഫ്, ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇതിന്റെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടാണ്, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. സോ ദ സീറോ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിയിൽ പിന്നെ ഈ ടേം 0 ആകുമ്പോൾ ഒബ്വിയസ്ലി ടോട്ടൽ എനർജി ഈസ് ദ കൈനറ്റിക് എനർജി അല്ലെ. ആൻഡ് എനർജി ഈ ടേം 0 ആകുന്നു. അപ്പം ഇവിടെ നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറയുന്ന കൈനറ്റിക് എനർജി ആയിട്ട് കിട്ടും. ആൻഡ് ഓൾസോ എന്താണ്, ഈ എനർജി സാറ്റലൈറ്റും എർത്തും തമ്മിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു അട്രാക്റ്റീവ് സിസ്റ്റം ആണ്. ദാറ്റ്ഫോർ എനർജി എപ്പോഴും, ടോട്ടൽ എനർജി എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. സോ ദാറ്റ്ഫോർ ഇറ്റ് വിൽ ബി നെഗറ്റീവ് ഓഫ് കൈനറ്റിക് എനർജി ആയിട്ട് വരിക. കാര്യം അതൊരു എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് അവർ തമ്മിൽ ഉണ്ടാവുക. ഓക്കെ,
Next one, the energy required to launch an orbiting satellite out of Earth's gravitational influence is more or less than the energy required to project a stationary object at the same height out of Earth's influence. The energy required to launch an orbiting satellite, ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റിനെ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതാണോ, അതിനുള്ള എനർജി കൂടുതലാണോ കുറവാണോ when compared to ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ ആ സാറ്റലൈറ്റിന്റെ അവിടേക്ക് എത്തിക്കുന്നതെന്നുള്ളതാണ്. So, energy in the answer, energy required to launch an orbiting satellite out of Earth's gravitational force എന്ന് പറയുന്നതാണ് കുറവ്. ഓക്കെ, ഈ ഓർബിറ്റിംഗ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാറ്റലൈറ്റിനെ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസിൽ നിന്ന് മാറ്റാൻ കുറച്ച് എനർജി മതി ദാൻ ഒരു പുതിയ സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ അവിടേക്ക് ആ ഹൈറ്റിലേക്ക് കൊണ്ടുവന്നു. ഇതിന്റെ നമ്മൾ തിയറി കണ്ടതാണ്. ഒരു സെപ്പറേറ്റ് സാറ്റലൈറ്റ് അത് റിവോൾവ് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റിനെ സംബന്ധിച്ച് ഒരു സാറ്റലൈറ്റ്, ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റിന് എത്രമാത്രം എനർജി വേണം ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് Gm/2r ആണ്. ഈ ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിന് അത്രയും ഹൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റേഷനറി ഒബ്ജക്റ്റിന് അത്രയും ഹൈറ്റിലേക്ക് എത്തിക്കണം, എർത്തിന്റെ ഇൻഫ്ലുവൻസ് മാറ്റി ഇത്രയും ഹൈറ്റിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ടോട്ടൽ എനർജി എന്ന് പറയുന്നത് -Gmn/r ആണ്. ജസ്റ്റ് നമ്മുടെ ആ ഒരു ടോട്ടൽ എനർജി ഇത്രയാണ്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ മനസ്സിലായി എന്താണ്, ഒരു ഓർബിറ്റിംഗ് സാറ്റലൈറ്റിന് എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്ന് പുറത്താക്കാനായിട്ട് കുറച്ച് എനർജി മതി. ബിക്കോസ് ഇവിടെ ഡിനോമിനേറ്റർ കൂടുതലാണ് വെൻ കമ്പയർഡ് ടു ദിസ് ഡിനോമിനേറ്റർ. അതുകൊണ്ട് തന്നെ ഈ എനർജി കുറവായിരിക്കും. ഓക്കെ, ബിക്കോസ് എനർജിയും ഈ ഇൻവേഴ്സ് റിലേഷൻ കൊണ്ട് തന്നെ എന്താണ്, ഇത് കുറയുമ്പോൾ ഇത് കൂടും. സോ ഫസ്റ്റ് ടേമിനാണ് ഇത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റിനാണ് ഈ ഡിനോമിനേറ്റർ കൂടുതലാണ്, 2r ആണ്, ഇവിടെ ആറേ ഉള്ളൂ. സോ ഈ എനർജിയാണ് ഓബ്വിയസ്ലി കുറവ്. ഇത് നമ്മൾ ഓൾറെഡി ഇതിന്റെ എക്സ്പ്രഷൻസ് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡസ് ദ എസ്കേപ്പ് സ്പീഡ് ഓഫ് എ ബോഡി ഫ്രം ദ എർത്ത് ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ദ ബോഡി, location from where it is projected, direction of projection, the height of location from which the body is launched. അപ്പൊ എസ്കേപ്പ് സ്പീഡ് ഇതിന് ഈ പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് ഏതിനെല്ലാമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എർത്തിൽ നിന്നുള്ള ഒരു ബോഡിയുടെ എസ്കേപ്പ് സ്പീഡ്, എസ്കേപ്പ് വെലോസിറ്റി എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഫോർ എർത്ത് എന്താണ്, എസ്കേപ്പ് സ്പീഡ് ഓഫ് എ ബോഡി ഫ്രം എർത്തിന്റെ എക്സ്പ്രഷൻ ആണ് √2gr. ഇവിടെ r എന്ന് പറയുന്നത് റേഡിയസും മറ്റേ എന്താണ് ഡി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താണ്, ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, 1 second. അപ്പം ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ മാസ് ഓഫ് ദ ബോഡി. ഇവിടെ മാസുമായിട്ട് എന്തെങ്കിലും ഡിപ്പെൻഡൻസ് ഉണ്ടോ ഇവിടെ? സോ ഇറ്റ് ഡസൻ ഡിപ്പെൻഡ് ഓൺ മാസ്. കാര്യം ഈ ടേമിൽ ഏത് ബോഡി ആണെന്നുള്ളതിന് ഒരു ഇല്ല, GUR മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അതിന് ഏത് ബോഡി ആണോ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഡസൻ ഡിപ്പെൻഡ് ഓൺ മാസ് ഓഫ് ദ ബോഡി. ആ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് വൺ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. Okay, does the speed depend on the? No, it doesn't depend on mass of the body. In second one, location from where it is projected. See, location എന്ന് പറയുന്നത് ഈ G എന്ന് പറയുന്നത് എർത്തിന്റെ അകത്ത് എർത്തിന്റെ സർഫസിനെ സംബന്ധിച്ച് മാറുന്നുണ്ട്, പക്ഷെ അത് നമ്മൾ വളരെ ചെറിയ തരത്തിലേ മാറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻ എഫക്ട് അതും no one answer. Doesn't escape speed doesn't depend upon location. Doesn't depend on location. നെക്സ്റ്റ് വൺ ചോദിച്ചിരിക്കുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷൻ. അങ്ങനെ ഒരു ഡയറക്ഷൻ ഒന്നും ഈ ടേമിന്റെ അകത്ത് തന്നെ ഇല്ല. സോ നോ, വി ഡസന്റ് ഡിപ്പെൻഡ് ഓൺ ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷൻ. ഡസന്റ് ഡിപ്പെൻഡ് ഓൺ ഡയറക്ഷൻ ഓഫ് പ്രൊജക്ഷൻ, അതിനെ ഡിപ്പെൻഡ് ചെയ്തില്ല. ഇനി അടുത്ത് നോക്കുക, ദ ഹൈറ്റ് ഓഫ് ലൊക്കേഷൻ ഫ്രം വേർ ദ
ബോഡി ഈസ് ലോഞ്ച്ഡ്, അത് ബോഡി ലോഞ്ച് ചെയ്യുന്ന ആ ലൊക്കേഷന്റെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് എസ് ആണ്. ലൊക്കേഷനെ ഡിപ്പെൻഡ്, ആ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മാത്രം എസ് ആണ്. വി ഡിപ്പെൻഡ്സ് ഓൺ ഹൈറ്റ്. കാര്യം ഇൻഡയറക്ട്ലി വി എച്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാര്യം ഏത് സ്ഥലത്തു നിന്നാണോ ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിനെ ഉറപ്പായിട്ടും ഡിപ്പെൻഡ് ചെയ്യും വി. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഹൈറ്റ് അറ്റ് വിച്ച് ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ്. സോ അതുകൊണ്ട് തന്നെ എസ്കേപ്പ് വെലോസിറ്റി എന്താണ്, ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ്, ദാറ്റ്സ് അബൌട്ട് ദോസ് പ്രോബ്ലംസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്രോബ്ലംസ് ചെയ്യാം. സോ താങ്ക് യു.